Income from provision. Usually people engaged in provision prepare a receipts and payment account showing receipts of cash and payment of cash during the previous year. In order to compute his income from provision, receipts relating to provision are added from which expenses relating to his provision are deducted. അപ്പോൾ ഇൻകം ഫ്രം പ്രൊവിഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. അതായത് റിസിപ്റ്റ്സ് പ്രൊവിഷൻ റിലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസിപ്റ്റ്സുകളെല്ലാം ആഡ് ചെയ്യാം. പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ ലെസ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ്സോ പ്രൊവിഷൻ കിട്ടും. ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Following is the receipts and payment account of Dr. Krishnan for the year ended 31st March 2020. Balance drawdown 1,22,000, consultation fee 1,50,000, visiting fee 50,000, sale of medicine 1,60,000, interest on securities 70,000, interest from bank 1 lakh, loan from bank 2 lakh, income tax refund 10,000. ടോട്ടൽ വരുന്നത് 8,62,000. ഇതാണ് റെസിപ്റ്റുകൾ. ഇനി പേയ്മെൻറ്റ്സ് വരുന്നത് സാലറി ടു സ്റ്റാഫ് 80,000, കോസ്റ്റ് ഓഫ് മെഡിസിൻ 1 lakh, സർജിക്കൽ എക്യുപ്മെൻറ്റ് 80,000, മോട്ടോ കാർ പർച്ചേസ്ഡ് 3 lakh, കാർ എക്സ്പെൻസസ് 30,000, റെൻറ്റ് ഓഫ് ക്ലിനിക്ക് 10,000, ജനറൽ എക്സ്പെൻസ് 60,000, പേഴ്സണൽ എക്സ്പെൻസ് 70,000, ബാങ്ക് ഇൻട്രസ്റ്റ് 40,000, ബാലൻസ് ക്യാരി ഡൗൺ 92,000. ടോട്ടൽ 8,60,000 പേയ്മെൻറ്റ്സ് സൈഡിലും വരുന്നുണ്ട്. ഇനി നോക്കാം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊവിഷൻ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. ഡിപ്രീസിയേഷൻ അലൗബിൾ ഓൺ കാർ ആൻഡ് സർജിക്കൽ എക്യുപ്മെൻറ്റ് അറ്റ് 15%. സെക്കൻഡ് വൺ, 1/3 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസസ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സണൽ യൂസ്. അതിൽ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് പ്രൊവിഷണൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് നോക്കാം. പ്രൊവിഷണൽ റിസിപ്റ്റ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസൾട്ടേഷൻ ഫീ, ഡോക്ടറാണ്, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ എന്ന് പറയുന്നത് പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എത്ര കിട്ടിയിട്ടുണ്ട്? 1,50,000. അത് ആഡ് ചെയ്യണം. ഇനി ഡോക്ടർക്ക് വിസിറ്റിംഗ് ഫീസ് കിട്ടാം. അത് എത്ര വരുന്നുണ്ട്? 50,000. അതും പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണ്. നെക്സ്റ്റ് വരുന്നത് സെയിൽ ഓഫ് മെഡിസിൻ, അതും ഡോക്ടർ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. സോ അതും ആഡ് ചെയ്യാം. 1,60,000. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അത് പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. കാരണം നമ്മൾ ഏതൊരു സെക്യൂരിറ്റീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകമാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഒക്കെ അത് സോഴ്സിലാണ് വരിക. അതുകൊണ്ട് തന്നെ അതിവിടെ കാണിക്കില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്കും വരില്ല. അതും പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്നതല്ല, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമുക്കൊരു 2 lakh കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും പ്രൊവിഷണൽ ഇൻകം അല്ല. അപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട്, ഇത് മൂന്നും തന്നെ ഇത് 4 തന്നെ പ്രൊവിഷണൽ റിലേറ്റഡ് ഇൻകം അല്ല. ആകെ അയാൾക്ക് പ്രൊവിഷണൽ റിലേറ്റഡ് ആയിട്ട് 3 ഇൻകം മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതൊക്കെയാണ്? കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ, സെയിൽ ഓഫ് മെഡിസിൻ. അപ്പോൾ അത് 3 കൂടി ടോട്ടൽ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 3,60,000 കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഏതൊക്കെയാണ് പ്രൊവിഷൻ റിലേറ്റഡ് എക്സ്പെൻസ് നോക്കാം. അത് ഈ 3,60,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെൻസ് നോക്കുമ്പോൾ സാലറി ടു സ്റ്റാഫ് പ്രൊവിഷൻ റിലേറ്റഡ് എക്സ്പെൻസ് ആണ് 80. കോസ്റ്റ് ഓഫ് മെഡിസിൻ 1 lakh, അത് പ്രൊവിഷൻ റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നുണ്ട് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്. സർജിക്കൽ എക്യുപ്മെൻറ്റ്സിന് നമ്മൾ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ക്യാപിറ്റൽ നാച്ചുറലാണ് അതിൻ്റെ പർച്ചേസ് വരിക. സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ക്യാപിറ്റൽ നാച്ചുറലാണ് വരിക. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിവിടെ കാണിക്കില്ല, പക്ഷേ അതിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്കിവിടെ കാണിക്കാം. സർജിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ അപ്പം നമ്മൾ ഇവിടെ കാണിക്കും. അപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് താഴെ ഒരു ക്വസ്റ്റ്യനിൽ തരികയും ചെയ്തിട്ടുണ്ട്. 15% ആണെന്ന്. അപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് 80,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഇവിടെ 15% 12,000 കാണിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് മോട്ടോർ കാർ പർച്ചേസ്ഡ് 3 lakh ആണ് മോട്ടോർ കാർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ചെയ്തത് വരില്ല, പക്ഷേ അതിന് എന്ത് വരും? ഡിപ്രീസിയേഷൻ. അതിൽ 1/3 ഓഫ് മോട്ടോർ കാർ എന്ന് പറയുന്നത് പേഴ്സണൽ യൂസിനാന്ന് പറഞ്ഞിട്ടുണ്ട്. 1/3 പേഴ്സണൽ യൂസിനാണെങ്കിൽ ബാക്കി വരുന്ന 2/3 എന്ന് പറയുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ, അതായത് പ്രൊഫഷണൽ പർപ്പസിനാണ് അയാൾ യൂസ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ആ 2/3 കാറിന് എന്തുണ്ടാവും? ഡിപ്രീസിയേഷനും ഉണ്ടാകും, അതുപോലെ തന്നെ എക്സ്പെൻസും ഉണ്ടാവും. ഡിപ്രീസിയേഷൻ ഓഫ് കാർ എത്ര ഉണ്ട്? 15% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കാറിൻ്റെ ഡിപ്രീസിയേഷൻ 50% എന്ന് പറയുമ്പോൾ 3 lakh കാറിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് എത്രയായിരുന്നു? 3 lakh ആണ്.
ആ 3 ലാക്കിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഡിപ്രീസിയേഷൻ വരിക? 15%. പക്ഷേ 15% മുഴുവനായിട്ട് എടുക്കണോ? വേണ്ട. 15% ഇൻറ്റു 2/3 എടുത്താൽ മതി. കാരണം 1/3 കാറ് പേഴ്സണൽ യൂസിനാണ് എടുത്തിട്ടുള്ളത്, ബാക്കി 2/3 മാത്രമേ ഒഫീഷ്യൽ പർപ്പസിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ കാറിന് ഡിപ്രീസിയേഷന് 2/3 എടുക്കുക. ഇനി കാർ എക്സ്പെൻസും അതുപോലെ തന്നെ തന്നിട്ടുണ്ട് 30,000. ആ 30,000ൻ്റെ 2/3 എടുക്കാം. കാരണം 1/3 പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കാറിന് പർച്ചേസ് ചെയ്തത്, സർജിക്കൽ എക്യുപ്മെൻറ്റും കാറും പർച്ചേസ് ചെയ്ത കോസ്റ്റ് ഇവിടെ എടുക്കില്ല, അത് ശ്രദ്ധിക്കണം. കാരണം അത് ക്യാപിറ്റൽ പർച്ചേസാണ്, അതിവിടെ വരില്ല. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒന്നും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാന്റ് മെഷീനറി, അതുപോലെ തന്നെയാണ് ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അതവിടെ കാണിക്കില്ല. നെക്സ്റ്റ് വരുന്നത് റെൻറ്റ് ഓഫ് ക്ലിനിക്ക്. റെൻറ്റ് ഓഫ് ക്ലിനിക്ക് പ്രൊഫഷൻ റിലേറ്റഡ് എക്സ്പെൻസ് ആണ് 10,000. നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസ് 60,000 വരുന്നുണ്ട്, അത് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് പേഴ്സണൽ എക്സ്പെൻസ് 70,000 തന്നിട്ടുണ്ട്, അതെടുക്കില്ല, കാരണം പേഴ്സണൽ എക്സ്പെൻസ് ഇവിടെ വരില്ല. ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ 40,000 പേ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, അതും വരില്ല, കാരണം പ്രൊഫഷണൽ റിലേറ്റഡ് എക്സ്പെൻസ് ആണെന്നത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്യുക. ബാക്കി മൈനസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഐറ്റംസ്, അതായത് 80,000, 1 lakh, 30,000, 20,000, 10,000, 60,000, 12,000, ഇപ്പോൾ 3,60,000 അതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48,000 ആണ് അയാളുടെ പ്രൊഫഷണൽ ഇൻകം കിട്ടും. പ്രൊഫഷണൽ ഇൻകത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമുക്ക് എപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു സംശയം വരും, സർജിക്കൽ എക്യുപ്മെൻറ്റ് പ്രൊഫഷണൽ നാച്ചുറൽ ഉള്ളതല്ലേ, അതിൻ്റെ പർച്ചേസ് എന്തുകൊണ്ട് ഇടുന്നില്ല? അപ്പോൾ ആലോചിക്കുക, സർജിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, സോ അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ അതുമായിട്ട് വന്നിട്ടുള്ള സർജിക്കൽ എക്യുപ്മെൻറ്റുമായിട്ടുള്ള വന്നിട്ടുള്ള റവന്യൂ എക്സ്പെൻസസ്, അതായത് ഡിപ്രീസിയേഷൻ പോലുള്ള എക്സ്പെൻസുകളൊക്കെ തന്നെ ഇവിടെ കാണിക്കണം. Next question. Following is the income and expenditure account of Mr. Roshan, a chartered accountant, for the year ended 31st March 2020. Office rent 12,000, salary 75,000, charities 5,000, donation 50,000, gift to relative 10,000, subscription to journal 6,000, car expense 20,000, household expense 12,000, net income 6,50,000. ടോട്ടൽ വരുന്നത് 8,40,000. എക്സ്പെൻസ് വരുന്നത് ഓഡിറ്റ് ഫീസ് 4,60,000 ഇൻകംസ് വരുന്നത്, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ വായിച്ചു. ഇനി ഇൻകംസ് ഏതൊക്കെയാണ് വരുന്നത്? ഓഡിറ്റ് ഫീസ് 4,60,000, കൺസൾട്ടിംഗ് ഫീസ് 1,70,000, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 22,000, ഡിവിഡൻഡ് 48,000, അക്കൗണ്ടിംഗ് വർക്ക് 1,40,000. നമുക്ക് ടോട്ടൽ 8,40,000 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തന്നിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ സെക്ഷൻ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ സെക്ഷനിലും ടോട്ടൽ വരുന്നത് 8,40,000 ആണ് വന്നിട്ടുള്ളത്, അതിൽ കാണിക്കുന്നുണ്ട്. നെറ്റ് ഇൻകം 6,50,000 കാണിച്ചിട്ടുണ്ട്. ഇനി ഇൻകം സെക്ഷൻ ഓഡിറ്റ് ഫീസ്, കൺസൾട്ടിംഗ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ്, അക്കൗണ്ടിംഗ് വർക്ക്, ഇതാണ് ഇൻകം സെക്ഷനിൽ വരുന്നത്. അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. 50% ഓഫ് കാർ എക്സ്പെൻസസ് റിലേറ്റഡ് ടു പേഴ്സണൽ യൂസ്, ഡിപ്രീസിയേഷൻ ഓൺ കാർ അലൗവബിൾ ₹5,000, കമ്പ്യൂട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ. ഫസ്റ്റ് വരുന്നത് നമുക്ക് റെസിപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കാം. റെസിപ്റ്റ് സൈഡിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഓഡിറ്റ് ഫീ. ഇയാൾ ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഓഡിറ്റ് ഫീ ആയിട്ട് അയാൾക്ക് എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ റിലേറ്റഡ് ഇൻകം ആണ്, അത് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? 4,60,000, അത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് അയാൾക്ക് കൺസൾട്ടിംഗ് ഫീ, ക്ലയൻസൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്, കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയ ഫീസാണ് കൺസൾട്ടിംഗ് ഫീ, അത് 1,70,000 ഉണ്ട്, അതും പ്രൊഫഷൻ റിലേറ്റഡ് ആണ്, അത് ആഡ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് പ്രൊഫഷണൽ റിലേറ്റഡ് അല്ല, അത് അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഡിവിഡൻഡ് ഇവിടെ വരില്ല. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിംഗ് വർക്കിന് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടിന് അക്കൗണ്ടിംഗ് വർക്കിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേറ്റഡ് ആണ്, സോ അത് ആഡ് ചെയ്യണം. 1,40,000. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 4,60,000 പ്ലസ് 1,70,000 പ്ലസ് 1,40,000 ഈസ് ഈക്വൽ ടു 7,70,000. അതിനകത്തുനിന്ന് എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് പ്രൊഫഷൻ റിലേറ്റഡ് വന്നിട്ടുള്ളത് നോക്കാം. ഓഫീസ് റെൻറ്റ് പ്രൊഫഷൻ റിലേറ്റഡ് ആണ്, 12,000 വരുന്നുണ്ട്. സാലറി 75,000 പ്രൊഫഷണൽ റിലേറ്റഡ് ആണ്. ചാരിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേറ്റഡ് എക്സ്പെൻസ് അല്ല, അപ്പോൾ അതിവിടെ വരില്ല. ഡൊണേഷൻ കൊടുത്തു എന്ന് പറയുന്നത് അയാളുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ല, അതും ഇവിടെ വരില്ല.
ഗിഫ്റ്റ് ടു റിലേറ്റീവ്, റിലേറ്റീവിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ല, പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അതും ഇവിടെ വരില്ല. സബ്സ്ക്രിപ്ഷൻ ടു ജേണൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ ഈ ജേണൽസ് ഒക്കെ വാങ്ങുന്നത് അയാളുടെ പ്രൊഫഷന് വേണ്ടിയിട്ടായിരിക്കും. സോ അതിന് പ്രൊഫഷണൽ റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് 6000 വരുന്നുണ്ട്. കാർ എക്സ്പെൻസ് 20,000 ഉണ്ട്. പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് 50% കാറ് മാത്രമേ ഉള്ളൂ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, പേഴ്സണൽ പേർപ്പസിന് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 50% എന്ന് പറയുന്നത് ഒഫീഷ്യൽ പേർപ്പസിന്. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് കാർ എക്സ്പെൻസസിൻ്റെ ഹാഫ് എടുക്കണം. ടോട്ടൽ കാർ എക്സ്പെൻസ് 20,000 തന്നിട്ടുണ്ട്. അപ്പോൾ അത് 20,000-ൻ്റെ ഹാഫ് 10,000 എടുക്കാം. 10,000 പ്രൊഫഷണൽ റിലേറ്റഡ് ആയതുകൊണ്ട്. നെക്സ്റ്റ് കാറിന് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 5,000 ആണ്. അപ്പോൾ 5,000 ഓൺ ഡിപ്രീസിയേഷൻ ഓൺ കാറ് അലൗബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, അത് വരില്ല. ഇനി ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 7,70,000 അതുപോലെ തന്നെ 7,70,000 നിന്ന് പേയ്മെൻറ്റ്സ് 12,000, 75,000, 6,000, 10,000, ഡിപ്രീസിയേഷൻ 5,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,62,000 കിട്ടും. അതായത് നമ്മൾ 50% ആയിരിക്കും ആ 5,000 എന്നുള്ള ട്രീറ്റ്മെൻറ്റിലാണ് എടുക്കുന്നത്. ഓക്കെ, ടോട്ടൽ കാറിൻ്റെ ഡിപ്രീസിയേഷൻ്റെ 50% തന്നെയായിരിക്കും ആ അലോവബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺഫ്യൂഷൻ വരരുത്.